രാജാവ് കണ്ട് ദാവീദ് അന്ന് പാടി. ജെറുസലേമിൽ വിശുദ്ധ ഭവനത്തിന് തുടക്കമിട്ടവനോട് ചേർന്ന് നമുക്കും പാടാം. ചരിത്രത്തെ രക്ഷാചരിത്രമാക്കിയ തമ്പുരാന് സ്തുതി പാടിക്കൊണ്ട് ടെൻഡർ റൈംസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംഗീതാനുഭൂതിയുടെ പുത്തൻ മേഖലകളിലേക്ക് കടന്നു വരാൻ ഇതാ എത്തുന്നു പുതിയ കൂട്ടുകാർ. അവരുടെ പാട്ടുകൾ കേൾക്കുന്നതിന് മുമ്പായി അവരെ പരിചയപ്പെടാം. ആദ്യമായി കടന്നു വരുന്നത് അമലു. ഹായ് അമലു. ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുഞ്ഞു വാവയാണല്ലോ. മോൾ എത്രയിലാ പഠിക്കുന്നേ? എവിടെ നിന്നാ വരുന്നേ? പണിക്കൻകുടിയിൽ നിന്നല്ലേ? മോളെ ആരാ പാട്ടൊക്കെ പഠിപ്പിക്കുന്നേ? വല്യേച്ചിയാണോ? വല്യേച്ചി പഠിപ്പിച്ചൊരു പാട്ട് പാടാവോ? പഠിക്കേ. തങ്കക്കുടമായ കൺമണി ഞാൻ യേശുവിൻ പുന്നാര പൈതലല്ലേ, അമ്മ തെന്നോമന കുട്ടനല്ലേ, അച്ഛൻ്റെ ജീവന്റെ ജീവനല്ലേ. മിടുക്കിയാണല്ലോ, നല്ല പാട്ടാട്ടോ. വല്യേച്ചി വഴക്കൊക്കെ പറയോ? വഴക്ക് പറയോ പാട്ടൊക്കെ തെറ്റിക്കുമ്പോ? അപ്പൊ മോൾ എന്നാ പറയും? ഒന്നും പറയല്ല, മിടുക്കി കുട്ടിയാ അല്ലേ? ചേച്ചിയോട് എതിർത്തൊന്നും പറയല്ല അല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഇനി ഇവിടേക്ക് കടന്നു വരുന്നത് ഇരട്ട സഹോദരികളാണ്, വിദ്യ, വീണ. ഹായ് വിദ്യ, വീണ. എവിടെ നിന്നാ വരുന്നേ? ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നേ? നന്ദി. ആരോടാ നന്ദി തോന്നുന്നേ? ദൈവത്തോട്. ദൈവത്തോട്. പേരൻസിനോട്? എല്ലാരോടും ഉണ്ടല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? നന്നായി പാടിയിട്ട് വരണം. രണ്ടുപേരോടും പറഞ്ഞോ? രണ്ടുപേരും ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നേ? ഇപ്പൊ രണ്ടുപേരും ശാലോമി പോവാന്ന് പറഞ്ഞപ്പോ ഫ്രണ്ട്സിനൊക്കെ സന്തോഷമായോ? എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലേ? നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിച്ചോ? രണ്ടുപേരും വഴക്കൊക്കെ ഉണ്ടോ? ഇല്ല, നല്ല സ്നേഹത്തിലല്ലേ? നന്നായിട്ട് പാട്ട് പാടുക. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ഇനി തന്റെ സ്നേഹഗീതവുമായി ഇവിടേക്ക് കടന്നു വരുന്നത് ജ്യോതിഷ്. ഹായ് ജ്യോതിഷ്. എവിടെ നിന്നാ വരുന്നേ? മോന് ഭാവിയിൽ ആരായി തീരണമെന്ന് ആഗ്രഹം? ഗായകൻ. വലിയൊരു ഗായകനാണോ? പള്ളിയിൽ പാട്ടൊക്കെ പാടുവോ? പാടുവല്ലേ? പള്ളിയിൽ കൊയറിലുണ്ടോ? ഉണ്ട്. എത്ര നാളായിട്ട് പാട്ട് പഠിക്കുന്നു? 2 മാസമായിട്ട് പഠിക്കുന്നു. ആരെ മോൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നേ? പപ്പയമ്മയാണല്ലേ? പാട്ടിന്റെ മത്സരങ്ങൾക്കൊക്കെ അവര് കൊണ്ടുപോകുമോ? കൊണ്ടുപോകും. കറക്ഷൻസ് ഒക്കെ തരും. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ശാലോമിലോട്ട് വരുവാന്ന് പറഞ്ഞപ്പോ? നല്ലവനെ പാടിയിട്ട് വരണം, ഭാവിയിൽ നല്ല ഗായകനാവും. ഭാവിയിൽ നല്ല വലിയൊരു ഗായകനാകണമെന്ന് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ടെൻഡർ റൈംസിന്റെ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് ഫെബീന. ഫെബീന എവിടെ നിന്നാ വരുന്നേ? ചെമ്പകപ്പാറ. മോക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ആരാ? എൻ്റെ ടീച്ചേഴ്സ്, പേരൻസ്, പിന്നെ ചേച്ചി. ചേച്ചി എങ്ങനെയാ മോളെ പ്രോത്സാഹിപ്പിക്കുന്നേ? ചേച്ചി എന്നെ പാട്ടൊക്കെ പഠിപ്പിക്കും, പിന്നെ പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി. പിന്നെ ചേച്ചി എന്നെ കൂടുതലൊക്കെ നോക്കാറുണ്ട്. പിന്നെ ചേച്ചിക്ക് നല്ല സ്നേഹം എന്നോട്. ചേച്ചിയാണ് മോളുടെ എല്ലാം. അതെല്ലേ? ചേച്ചി ഒരുപാട് കറക്ഷൻസ് ഒക്കെ തരുമോ? തരും. പാട്ടൊക്കെ നന്നായിട്ട് പാടാനായിട്ട് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ടല്ലേ? ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ അല്ലേ? നല്ല രീതിയിൽ പാട്ട് പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ഇനി ഈ കൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വരുന്നു അമലു. അമലു ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നേ? വല്യേച്ചിയാണല്ലേ? മോക്ക് ഈ പാട്ട് ഇഷ്ടമാണോ? ഈ പാട്ടിന്റെ വരികളാണോ ഇഷ്ടം അതോ ട്യൂണാണോ ഇഷ്ടം? ട്യൂണാണ് ഇഷ്ടം അല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിച്ചില്ലേ? അപ്പൊ നന്നായിട്ട് പാടാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ദിവ്യസക്രാരിയിൽ വാഴുന്ന യേശുവിന് മുന്നിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ആസ്വദിക്കാം.
സ്തുതികളും സങ്കീർത്തനങ്ങളുമായി ഇനി പാടാൻ വരുന്നത് വിദ്യ ആൻഡ് വീണ. വിദ്യ, വീണ, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ആരെ ഈ പാട്ട് പഠിപ്പിച്ചത്? അങ്കിളാണല്ലേ? അങ്കിളാണോ എല്ലാ പാട്ടും സെലക്ട് ചെയ്ത് തരുന്നേ? അതെ. അങ്കിള് നന്നായിട്ട് പാട്ട് പാടുവോ? എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നത് അങ്കിളാണോ? അതെ അല്ലേ? അപ്പൊ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചോ? രണ്ടുപേരും തകർത്ത് പാടും അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വേണ്ടി നിന്ദനം സഹിച്ചവൻ, ക്രൂശിതനായവൻ, ആ യേശുവിന്റെ സഹനങ്ങളോട് ചേർത്ത് നമുക്കും പാടാം.
സ്നേഹഗീതവുമായി ഇനി കടന്നു വരുന്നത് ജ്യോതിഷ്. ജ്യോതിഷ്, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? അധരങ്ങളിൽ അലിയും. പിതാവ് എന്ന ആൽബത്തിൽ നിന്നും മധു ബാലകൃഷ്ണൻ പാടിയ മനോഹരമായ ഗാനമാണിതല്ലേ? അപ്പൊ നന്നായിട്ട് പഠിച്ചോ? ആരെ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? അമ്മ പാടുവോ? അത്യാവശ്യം പാടും. നന്നായിട്ട് പാടും. അപ്പൊ നല്ല രീതിയിൽ മോനി പാട്ട് പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. മനം നിറയെ സ്നേഹവുമായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ഗാനം ആസ്വദിക്കാം. ിൽ
ദാവീദ് രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ തന്റെ ഗാനവുമായി ഇനി കടന്നു വരുന്നു ഫെബീന. ഫെബീന, ഏത് പാട്ടാ ഇന്ന് പാടുന്നേ? എത്ര വളർന്നാലും ദൈവമേ. ശ്രീയേശുനാഥൻ എന്ന ആൽബത്തിൽ നിന്നും കെസ്റ്റർ ആലപിച്ച മനോഹരമായ ഗാനം അല്ലേ? അതെ. ആരെ ഈ പാട്ട് സെലക്ട് ചെയ്തേ? എൻ്റെ ചേച്ചി. ചേച്ചിയാണോ മോക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നേ? അതെ. ചേച്ചി എത്ര പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്? 5-6 പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പഠിപ്പിച്ചല്ലേ? അതെ. ചേച്ചി നല്ല സപ്പോർട്ടാണ്. അതെ. നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിച്ചോ? കോൺഫിഡൻ്റ് ആണ്? അതെ. ടെൻഷനൊന്നും കൂടാതെ നന്നായിട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അവൻ സ്നേഹത്തിന്റെ മനുഷ്യാവതാരം. ആ ദിവ്യ ചൈതന്യത്തോട് ചേർന്ന് നിന്ന് നമുക്കും പാടാം. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ അലഞ്ഞിടാമോ ചുവടായിരുന്നു.
പിതാവിന്റെ വാത്സല്യം കൊണ്ട് എൻ്റെ ബുദ്ധിയെയും ഈശോയുടെ സ്നേഹത്താൽ മനസ്സിനെയും നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ടെൻഡർ റൈംസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും വരും ആഴ്ചകളിൽ കൂടുതൽ മികച്ച ഗാനങ്ങളും അവതരണങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും ദിസ് ഈസ് എമിൽഡ ജോർജ് സൈനിങ് ഔട്ട്.